ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ളൊരു വീഡിയോ ആണേ. പ്രത്യേകിച്ചൊരു ടോപ്പിക്കിനെ കുറിച്ചൊന്നുമല്ല പറയുന്നത്, പക്ഷേ ഇത് പറയണം തോന്നി. പലപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സഹിച്ചത്, അല്ലെങ്കിൽ കുട്ടികൾക്കൊരു അച്ഛനുണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ട്. അതുമല്ല, എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്, എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത്, എൻ്റെ കുട്ടികൾക്ക് ആരുമില്ലാതായി പോകണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ എല്ലാം സഹിച്ച് ജീവിച്ചത് എന്നൊക്കെ പറയുമ്പോൾ, ഇത്തരം ചിന്താഗതിയുള്ളവർ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് പറയുന്ന ആൾക്കാർ, അവർ മനസ്സിലാക്കണം, ഇത് കേൾക്കുന്ന ഒരാൾ പോലും ഇത് വളരെ നല്ല കാര്യമാണ്, നിങ്ങൾ മറ്റുള്ളവർക്കൊരു മാതൃകയാണ്, നിങ്ങൾ ഇനിയും ഇത് തന്നെ ചെയ്യണം, നിങ്ങൾ ത്യാഗത്തിൻ്റെ പ്രതിരൂപമാണ് എന്നൊക്കെ അവർ കരുതും എന്നാണ് നിങ്ങൾ വിചാരിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അവരുടെ മനസ്സിൽ യെസ്, നിങ്ങൾ ചെയ്തത് തെറ്റാണ് എന്നായിരിക്കും അവർ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാവുക. പക്ഷേ അവരത് പറയില്ല. കാരണം നിങ്ങളുടെ ജീവിതം നിങ്ങളുടേതാണ്, അല്ലേ? നിങ്ങൾക്കതുവരെ കിട്ടിയിട്ടുള്ള അനുഭവങ്ങളുടെയും നിങ്ങൾക്കതുവരെ കിട്ടിയിട്ടുള്ള നിങ്ങളുടെ ബന്ധങ്ങളുടെ എല്ലാം വെളിച്ചത്തിലാണ് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുക, അല്ലേ? ഇതുവരെ ഇക്കാര്യങ്ങളൊന്നും എന്തുകൊണ്ട് ആ കുട്ടി തുറന്നു പറഞ്ഞില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടൊരു സപ്പോർട്ട് എടുത്തില്ല? അതുമല്ല, ഇത്രയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിട്ടും മാതാപിതാക്കൾ എന്തുകൊണ്ട് ഇതിനെതിരെ കാര്യങ്ങൾ ചെയ്തില്ല എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ. അപ്പോൾ നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു വ്യക്തി തനിക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അതിന് ഒരു സൊല്യൂഷൻ തേടി ഒരു സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ അവരെ ഗൈഡ് ചെയ്യാൻ മറ്റാരുടെയെങ്കിലും ഒരു സപ്പോർട്ട് എടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമല്ല. നേരെ മറിച്ച് ആ വ്യക്തിക്ക് അതൊരു മോശം കാര്യമാണ്, താൻ ഒരു ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത് എന്നൊരു തിരിച്ചറിവുണ്ടാകുക എന്നത് തന്നെ വളരെ വലിയൊരു കാര്യമാണ്. ഈ ലോകത്ത് പലർക്കും അങ്ങനെ ഒരു തിരിച്ചറിവ് വരുന്നില്ല എന്നതാണ് പലപ്പോഴുള്ള സത്യം. അപ്പോൾ അതിനൊരു മാറ്റത്തിന് വേണ്ടിയിട്ട്, തൻ്റെ ജീവിതത്തിലൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് എടുക്കുമ്പോൾ, അവർ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യുമ്പോൾ, അതുമല്ല തനിക്കത് ഒരിക്കലും മാച്ചാവുന്നില്ല എന്ന് കരുതി അതിൽ മാറി നിൽക്കാതെ മറ്റെന്തെങ്കിലും വഴികൾ നോക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളിൽ സപ്പോർട്ട് എടുക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ഒരു വ്യക്തി എന്തുകൊണ്ട് ഇത് തുറന്നു പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അവർ ഇതുവരെ ഒരു കാര്യങ്ങളും തന്നെയും ഇതുപോലെ തുറന്നു പറഞ്ഞിട്ടുണ്ടാവില്ല. അവർക്കങ്ങനെ ഒരു അനുഭവമേ ഇല്ല. എങ്കിൽ ഒരാളും ഒരിക്കലും അത്തരം അനുഭവങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കില്ല എന്നതാണ്. നല്ല അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ നമ്മൾ പറയും, നല്ല ഒരു ഫുഡ്, ടേസ്റ്റുള്ള ഒരു ഫുഡ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതിനോട് ഇഷ്ടം ഉണ്ടാകുന്നത് നമ്മൾ ഒരു പ്രാവശ്യം ആദ്യം കഴിച്ച് കഴിഞ്ഞതുകൊണ്ടാണ്, അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞതുകൊണ്ടാണ്, അല്ലേ? അതുപോലെ നമ്മൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ അത് വളരെ നല്ലതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വീണ്ടും ട്രൈ ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. പലപ്പോഴും ജീവിതം അങ്ങനെയാണ്. ഒരുപാട് തിരിച്ചടികളും പ്രതിസന്ധികളും ഉണ്ടായിരിക്കും. പക്ഷേ അതിനെല്ലാം ഒരു ഉത്തരം, അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ആത്മഹത്യ എന്ന് ഒരിക്കലും വിചാരിക്കാതിരിക്കുക. കാരണം ഇതിൻ്റെ എല്ലാം പിറകിൽ ഒരു പക്ഷേ അഭിമാനം എന്ന ഒരു കാര്യത്തെ കൂട്ടിക്കുഴച്ചുകൊണ്ട് തൻ്റെ ജീവിതാനുഭവങ്ങളെയും അഭിമാനത്തെയും ഒരേ ക്ലാസ്സിലിട്ട് തൂക്കുമ്പോൾ, അഭിമാനമാണ് ഏറ്റവും വലുത് എന്ന് കരുതി മരണത്തിലേക്ക് അവർ പോവുകയാണെന്നുണ്ടെങ്കിൽ, മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അഭിമാനമേ ഇല്ല. അഭിമാനം ഒട്ടുമില്ലാത്ത ഒരവസ്ഥയാണ് പിന്നീടുണ്ടാകുന്നത്. അഭിമാനം എന്ന് പറയുന്നത് എത്ര താഴ്ചയിലേക്ക് പോയി കഴിഞ്ഞാലും അത്രയും തന്നെ ഉയരത്തിലേക്ക് എത്തിപ്പെടാൻ ശ്രമിക്കുന്ന ഓരോ ശ്രമത്തെയും നമുക്ക് അഭിമാനം എന്ന് പറയാം. അപ്പോൾ ഇവിടെ എനിക്ക് പറഞ്ഞു നിർത്താനുള്ളത്, ഓരോ പെൺകുട്ടികളും തങ്ങളുടെ ജീവിതത്തിൽ പുതിയ ആൾക്കാർ കടന്നു വരുമ്പോൾ, പുതിയ അനുഭവങ്ങൾ വരുമ്പോൾ, ഞാൻ കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ ഞാനൊരു അമ്മയായി, അല്ലെങ്കിൽ ഒരു കുടുംബത്തിലേക്ക് ഞാൻ വന്ന് കയറി, ഇനി ആ കുടുംബത്തിൻ്റെ ഭാഗമാണ് എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് ഞാൻ എന്നത് ഒരു വ്യക്തിയാണ് എന്ന് തിരിച്ചറിവുണ്ടാവണം. കാര്യങ്ങളെ പക്വതയോടുകൂടി
നേരിടാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരിക്കണം. അത്തരം ധൈര്യങ്ങൾ പെട്ടെന്നൊരു ദിവസമോ 2 ദിവസം കൊണ്ടോ 18 വയസ്സായി കഴിഞ്ഞാലോ ജോലി കിട്ടിയത് കൊണ്ടോ അല്ലെങ്കിൽ വലിയ രീതിയിൽ അക്കാഡമിക്കലി നമ്മൾ ഉയർന്നു പോയത് കൊണ്ടോ ഒന്നുമല്ല. ഒരു കുട്ടി, ഏതൊരു വ്യക്തിയും അതവരുടെ ചെറുപ്പകാലത്ത് മുതലേ, ചെറുപ്പം തൊട്ടേ അവർ വളർന്നു വരുന്ന സാഹചര്യത്തിലൂടെ, അവർക്ക് ലഭിക്കുന്ന സപ്പോർട്ടിലൂടെ, അവർക്ക് കിട്ടുന്ന ആ ഒരു പിന്തുണയിലൂടെ, അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന ആ ഒരു സ്നേഹത്തിലൂടെയൊക്കെ ലഭിക്കുന്ന ആ ഒരു കരുത്തെന്ന് പറയുന്നത്, അത് തീർച്ചയായിട്ടും അവർ ഏത് കാലഘട്ടത്തിലും ഏത് സാഹചര്യത്തിലും എങ്ങനെ രീതിയിൽ പോയി കഴിഞ്ഞാലും അവർക്കൊരിക്കലും അവരുടെ തീരുമാനങ്ങളും അവരുടെ പ്രവൃത്തികളും തെറ്റില്ല എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. താങ്ക് യു.